ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ ചമ്മി നാറിയിരിക്കുകയാണ്. ആര്? നമ്മുടെ ബിന്നിയും അക്ബറും ശരത്തും. അവർ ആ 3 പേരും കൂടിയിട്ട് രാവിലെ തന്നെ നമ്മുടെ ശൈത്യനെ പൊക്കിപ്പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. ആ പൊക്കിപ്പിടിക്കാൻ പോയത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. ശൈത്യനെ പകുതി വരെ ആ റെഡിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ശൈത്യം പെട്ടെന്ന് എണീക്കും. ആ ചേച്ചി എണീറ്റിട്ട് അവർക്ക് അപ്പോഴേക്കും മനസ്സിലാക്കിയിട്ട് അവരെന്നെ വീണ്ടും കൊണ്ടുവയ്ക്കും. ഭയങ്കരമായിട്ട് ചമ്മിനാറി ഗൈസ്. അപ്പോഴേക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ആ ചമ്മലിൽ നിന്നൊന്നും ജയിച്ചായിട്ട് ഇങ്ങനെ പിന്നിക്ക് പോന്നിട്ടുണ്ട്. അതായിരുന്നു. പിന്നെ മോർണിംഗ് ഡാൻസ് ഒക്കെ തുടങ്ങി. ഓക്കെ, സെറ്റായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പ്രത്യേകിച്ച് അവിടെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്ന്. ഗ്രൂപ്പ് കളിക്കണേലിപ്പോൾ അക്ബർ ചേട്ടനും മറ്റേ അപ്പാനി ശരത് ചേട്ടൻ അവരാണ് രണ്ടാളും കൂടിയിട്ട് കുശുകുശുക്കുന്നതും കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ കൂടെ അഭിശ്രീ ചേട്ടൻ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ആരും വരുന്നുണ്ട്. അവർ ഫുൾ ടൈം ഇല്ല. പക്ഷേ ഈ രണ്ടാൾ ഭയങ്കര അപ്പം ശരത് ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ടോപ്പ് 5 എത്തണം, ഞാൻ എങ്ങനെയെങ്കിലും ടോപ്പ് 5 എത്തണം എന്ന്. ടോപ്പ് 5 എത്തണമൊക്കെ നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് അവരാണോ? അപ്പം ഞാൻ ചോദിച്ചു എന്താ ചേട്ടൻ വന്ന് കയറിയിട്ടുള്ളൂ അപ്പോഴേക്ക് ടോപ്പ് 5 എത്തണം, ടോപ്പ് 5 എത്തണം എന്നൊക്കെ ഉള്ളത്. ടോപ്പ് 5 എത്തുകയാണെങ്കിൽ നല്ല കാര്യം, ആൾ നന്നായി കളിച്ച് എത്തുകയാണെങ്കിൽ നല്ല കാര്യം. ഈ അക്ബർ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോയി പറയും. ഇപ്പുറത്ത് നടക്കുന്നത് അപ്പുറത്ത് പറയും, ഇപ്പുറത്ത് നടക്കുന്നത് ഇപ്പുറത്ത് പറയും. ഇന്ന് ശൈത്യയുടെ അടുത്തും ബിൻസിയുടെ അടുത്തും അല്ലല്ല ബിൻസിയുടെ അടുത്തും ശൈത്യയുടെ അടുത്തും ഒരുമിച്ച് നിന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ ബിൻസിച്ച് പറഞ്ഞു അങ്ങേരെ അധികം വിശ്വസിക്കേണ്ട, അങ്ങേര് പറയണമെന്ന് പറഞ്ഞു. അത് സത്യമായിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇവിടെ നടക്കുന്നത് അപ്പുറത്ത് പോയിട്ട് എന്താണെന്നുള്ളത് പറയും, അപ്പുറത്ത് നടക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടെ പോയിട്ട് പറയും. ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ചേട്ടൻ അവരുറങ്ങുന്ന ടാസ്ക് ആണല്ലോ, പുറത്തുറങ്ങുന്ന ടാസ്ക്കാണ്. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഷാനവാസ് ചേട്ടൻ എണീറ്റില്ല ശൈത്യനെ കൊണ്ടുപോകുമ്പോൾ, കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങണം എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. ആര്? അക്ബർ. അപ്പോൾ ഷാനവാസ് ചേട്ടൻ പറഞ്ഞു അതെൻ്റെ അഭിനയമാണ്, ഇവരൊക്കെ ഞാൻ ഉറങ്ങാണ്ടിരിക്കുകയാണ്, ഞാൻ ഉറങ്ങണ പോലെ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട്, ആൾ പെട്ടെന്ന് ഉറങ്ങി പോകുന്നുണ്ട്, അത് വേറെ കാര്യം. ആൾ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു വർത്തമാനത്തിൽ അങ്ങോട്ട് ഇട്ടു. അത് ഈ അക്ബർ ചേട്ടൻ വന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് എന്താ പറയുക, നീ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, നിങ്ങളെയൊക്കെ വെറുതെ മണ്ടത്തിയാക്കുമായിരുന്നു, മണ്ടന്മാരാക്കുമായിരുന്നു, ഷാനവാസ് ഭയങ്കര ഉറക്കമായിരുന്നു, നിങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയ അവരുടെ ഇടയിൽ ഈ അക്ബർ ചേട്ടൻ. അക്ബർ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുക അടിപൊളിയാണ് കേട്ടോ. ആളുടെ ഗെയിം അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും പ്രശ്നം ഉണ്ടാക്കാൻ നല്ല മിടുക്കനാണ്. എന്നിട്ട് ഇവർ പറഞ്ഞു എന്താണ് ഷാനവാസിക്ക് നിങ്ങളിങ്ങനെ നമ്മളൊക്കെ എല്ലാവരും ഉറക്കിയിട്ട് നമ്മളെ മണ്ടന്മാരാക്കുകയാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ്. അപ്പോൾ ഈ ഷാനവാസ് കുറേ പറയുന്നുണ്ട് നിങ്ങളെ വിശ്വാസം ഇല്ലാണ്ടാണ്, പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉറങ്ങിയില്ലേ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ, ആദ്യത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കുറേ ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാൻ വന്നിട്ട് അതിൻ്റെ ഇടയിൽ രണ്ടാൾ ഗ്രൂപ്പ് ഇട്ട് ഇതാക്കിയിട്ട് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജിസേൽ ആളൊരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ തുറന്നടച്ച് പറയുന്നുണ്ട്. ആളിപ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, ഇന്നത്തെ ടാസ്ക് മോർണിംഗ് ടാസ്ക് ഡിബേറ്റ് ആയിരുന്നു. അതിൽ നവീൻ ചേട്ടൻ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല, ആൾ ഫാഷൻ ഡിസൈനറാണ്. എനിക്ക് മനസ്സിലായില്ല, ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിലാണോ ബിഗ് ബോസിൽ ജീവിക്കാൻ പറ്റുക? ഒരിക്കലും അല്ല. നമ്മൾ ഡ്രസ്സിലല്ല, നമ്മൾ ഗെയിം കളിച്ച് നമുക്ക് മുന്നേറി നമ്മൾ ഗെയിം കളിച്ചാൽ നമുക്ക് ആ ഡ്രസ്സ് കിട്ടും. ഈ കട്ട് മോഷ്ടിച്ചെടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഡിബേറ്റിൽ ആൾക്ക് ഭയങ്കരമായിട്ട് ഒരു അപ്പോൾ നമ്മുടെ ജിസേൽ ചേച്ചി കാര്യങ്ങൾ പറഞ്ഞിട്ട് നവീൻ ചേട്ടനെ വിശ്വസിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിസേൽ ആ ഡിബേറ്റിൻ്റെ ഇടയിൽ ഭയങ്കര സാഡായി. ആ ഡിബേറ്റ് തോക്കേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആൾക്കൊരു എന്താ പറയുക, അത്ര ഒരു വിശ്വാസം പോരാ എല്ലാവരുടെയും, എല്ലാവരും എന്നെ ചതിക്കുകയാണെന്നുള്ള ഒരു ഷോയാണ്. അതിൻ്റെ ഇടയിൽ ചതി ഉണ്ടാവും. അത് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ഇതാണല്ലോ. നമ്മൾ കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞില്ല ഗ്രൂപ്പൊക്കെ ആയിരുന്നു. ഇന്ന് ഒറ്റയ്ക്ക് കളിക്കണമാകുമ്പോൾ നമുക്ക് അവരാര് വേണമെങ്കിലും ചതിക്കാം, ആരും വിശ്വസിക്കാൻ പറ്റില്ല അവിടെ. ഈ അപ്പാനി ചേട്ടൻ തന്നെ പറയണ്ടേ എനിക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. സത്യമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ഷോയാണ്, അപ്പുറത്താണെങ്കിൽ അപ്പുറത്തും പറയാം, ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തും പറയാം. പക്ഷേ അത് എന്താ പറയുക, കാര്യമില്ലാത്ത കാര്യത്തിനാവരുതല്ലോ. എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണ പോലെ ആവരുതല്ലോ. ഈ ആരോ പറഞ്ഞു 2 കാലിൽ വഞ്ചിയിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ. ആരാന്നറിയോ? നമ്മുടെ അക്ബർ ചേട്ടൻ തന്നെ പറഞ്ഞു 2 കാലിൽ വഞ്ചിയിട്ട് നിൽക്കുന്നുണ്ട്, അവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഗെയിമല്ലേ. എനിക്ക് അവിടെ ഒറ്റയ്ക്ക് നിന്ന് മീൻസ് അങ്ങനെയല്ല, ഈ അനീഷേട്ടൻ എന്ത് പറഞ്ഞാലും ആൾ എനിക്ക് ചിരി വരണം, ഇങ്ങനെ ഒരു ക്യാപ്റ്റനോ ദൈവമേന്ന്. ആളൊറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ പോരാടുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. എന്തായാലും ആളുടെ ഗെയിം കൊള്ളാമെന്നൊക്കെ പറയും, കുഴപ്പമില്ല. പക്ഷേ ആളുടെ അത് ഗെയിമാണ്. നിങ്ങൾ പുറത്തത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ആളെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ആ ബിഗ് ബോസ് ഞാൻ ഉണ്ടായിരുന്ന കാരണം എനിക്കത് മനസ്സിലാവും ആളെന്താ അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ആ ഒരു ആളുടെ ഗെയിമാണ്. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ എടുക്കണേ കേട്ടോ. അതുപോലെ ഇപ്പം ഇന്ന് രേണു ചേച്ചിക്കുള്ള അധികം രേണു ചേച്ചി ആയിരുന്നു ഇന്ന് റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവാ കാർഡ് ഇറക്കി. സത്യത്തിൽ അങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ കല്യാണം കഴിച്ചു, ഹസ്ബൻഡ് മരിച്ചു, സമ്മതിച്ചു, ആൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ വിധവാ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടായിരുന്നു ഒരു കാർഡും വേണ്ട, അതിങ്ങനെ വലിച്ചു കീറുന്നുള്ളത്. ഇനിയിപ്പോൾ ലാലേട്ടൻ ഈ എപ്പിസോഡിൽ വരുമ്പോൾ ചോദിക്കുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ വിധവാ കാർഡ് എന്തിനാ ഇറക്കിയെന്നുള്ളതൊക്കെ. അങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ ഞാൻ അപമാനിച്ചു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. എല്ലാ സ്ത്രീകൾക്കും, എല്ലാവരും അവിടെ സ്ത്രീകളാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവരവർ വരുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നത്, ഇപ്പം ഞാൻ ബിഗ് ബോസിൽ വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലേ, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടാവില്ലേ? അതുപോലെ തന്നെയാണ് ആ ചേച്ചി വന്നിട്ടുള്ളത്. പക്ഷേ പറയുമ്പോൾ പറയും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്, എല്ലാ വിധവകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ലൈവിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ തല്ലൂട്ടും കാര്യങ്ങളൊക്കെ. എപ്പിസോഡിൽ പകുതിയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അനുമോൾക്ക് നമ്മുടെ അക്ബർ ചേട്ടനെ ഭയങ്കര പേടിയാണ്. എന്താ പറയുക, അക്ബർ എന്നെ അടിക്കുമോ? ഒരു ബിഗ് ബോസ് ഷോയാണ്, അടിച്ചു കഴിഞ്ഞാൽ ആൾ പുറത്തു പോവില്ലേ? ആൾക്കത് ബുദ്ധി ഉണ്ടാവുമല്ലോ. അനുമോൾക്ക് ടെൻഷനാണ്, എന്നെ ചീത്ത പറയൂ, അങ്ങനെ തൊട്ടേനും പിടിച്ചെന്നെ അങ്ങനെ ചീത്ത പറയോ അടിക്കോ എന്നുള്ളൊരു ഇതൊന്നും വേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോയുടെ ഉള്ളിൽ അടിച്ചു കഴിഞ്ഞാലും ഫിസിക്കൽ അസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പിടിച്ച് പുറത്താക്കും. കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. അതിനെക്കുറിച്ച് ബോധറേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നിയിട്ട്. ആൾ ഫുൾ ടൈം ആ ഒരു ടെൻഷനിലാണ്, പേടിയാണ്, ആളെ മുഖം കാണുമ്പോൾ പേടിയാണ്, എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഇതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഈ കഥകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ നമുക്ക് 11 മണിയാകുമ്പോൾ കാണിക്കുമല്ലോ. ഏഷ്യാനെറ്റിൽ തന്നെ അതിൻ്റെ ബിഗ് ബോസിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും 11 മണിക്ക്. അത് അതിൻ്റെ കൂടെ അതിലത്തെ വർത്തമാനങ്ങളൊക്കെയാണ് ഈ കാര്യങ്ങൾ കേട്ടോ. എന്തായാലും ഷാനവാസൻ ചേട്ടൻ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ അക്ബറിൻ്റെയും ശരത്ത് ചേട്ടൻ്റെയും കൂടിയിട്ടുള്ള 2 കാര്യങ്ങൾ. എന്തായാലും എവിടം വരെ പോവും ഇവരുടെ ഗ്രൂപ്പ് കളി നമുക്ക് നോക്കാം. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവം. ഒരാൾക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോവാം, ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് പോവാം. ഇവരുടെ ഇടയിൽ തന്നെ തല്ലൂട്ടുണ്ടാവാമല്ലോ. ഞാനെന്താ പറയാനായിട്ട്, ഇവരുടെ ഇടയിൽ തന്നെ തല്ലൂട്ടുണ്ടാവും. ഒറ്റയ്ക്ക് കളിക്കുന്ന ഗെയിമാണ്, അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ കളിച്ചേ പറ്റൂ. ഇത് ടാസ്കുകളുടെ ഇടയിലും നന്നായി കളിക്കുന്നുണ്ട് നമ്മുടെ അക്ബർ ചേട്ടൻ. ഫസ്റ്റാണ് നമ്മുടെ മണിപ്പൂരിലേക്ക് പോകുന്നതിന് ആളാണ് ജയിച്ചത് ടാസ്കിൻ്റെ ഇടയിൽ. എല്ലാവരും ടാസ്ക് നന്നായി കളിക്കുന്നത്. പക്ഷേ കുറച്ച് ബോയ്സും ഗേൾസൊക്കെ പിന്നിലോട്ട് വലിയുന്നുണ്ട് ഡൗട്ട്. ടാസ്ക് തന്നാലും അത്ര നന്നായി കളിക്കുന്നില്ല, ഒരു എനർജി ഇല്ലാത്ത പോലെയൊക്കെ കാണിക്കണത്. എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ്. നവീൻ ചേട്ടൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത് ലാസ്റ്റ് കട്ടിട്ടായാലും ആ ഡ്രസ്സ് ആൾക്ക് കിട്ടി. ഡ്രസ്സ് വേണം എന്ന് പറയുന്നത്, എനിക്ക് ഡ്രസ്സില്ലാണ്ട് ഞാൻ ജയിലിലാണ് നിൽക്കുന്നത്, ഞാൻ സ്കൂളിലേക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണില്ലേ. ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ ബിഗ് ബോസ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒന്നും ഇല്ലാണ്ടൊന്നും കാണിക്കുന്നില്ലല്ലോ, ഡ്രസ്സ് ഇടാൻ തന്നിട്ടുണ്ടല്ലോ ബിഗ് ബോസ്. അതിട്ടിട്ട് നമുക്ക് ഗെയിം കളിച്ചോടെ. ആൾക്ക് കോൺഫിഡൻസ് ഇല്ല, ഓരോരുത്തർ ഇഷ്ടമാവും, കോൺഫിഡൻസ് കുറവുണ്ടാവും. ഇപ്പോൾ ജിസേലിനായത് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മേക്കപ്പ് സാധനം, ഫുഡ് ഇല്ലെങ്കിലും ആൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്, മേക്കപ്പ് സാധനങ്ങൾ ഇല്ലാണ്ട് ആൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ജിസേൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുടെ മനസ്സിൽ ഫുള്ള് വിഷമവും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ല, ആൾക്ക് ഫുഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ ആൾ ഭയങ്കര സാഡാന്ന് തോന്നുന്നുണ്ട്, ലിപ്സ്റ്റിക്കും മേക്കപ്പ് സാധനങ്ങളും. എന്തായാലും ഗെയിം കളിച്ച് നന്നായി വരട്ടെ. ഇനി അടുത്ത എപ്പിസോഡ്, നാളത്തെ എപ്പിസോഡ് ഇനി കാണാം. ഇന്നത്തെ എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്, ചർച്ചാ വിഷയങ്ങളും. നമ്മുടെ അക്ബറിൻ്റെ ഇവരാണ് ഫുള്ള് ചർച്ചകൾ. രണ്ടാളും ചർച്ച ചെയ്ത് ആരെ പുറത്താക്കണം, അടുത്ത ചാരികനെ നമുക്ക് ഇതാക്കണം. ഷാനവാസിനെ ഇപ്പോൾ പുറത്തിട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറയാൻ മറന്നു. നമ്മുടെ ഷാനവാസിനെ പുറത്തായിരുന്നല്ലോ ഷാനവാസ് ചേട്ടൻ. അപ്പോൾ രഞ്ജിത്ത് ചേട്ടനെ പുറത്തിട്ടിട്ട് ഷാനവാസിന് ഉള്ളിൽ കയറിയത് ഔദാര്യം കൊണ്ടാണ് അക്ബർ ചേട്ടൻ. ഇതെൻ്റെ ഔദാര്യമാണ് അവൻ ഉള്ളിൽ കയറിയത്. ആരോടും പറഞ്ഞിട്ടൊന്നല്ലല്ലോ വിളിച്ചത്, അവൻ തന്നെയാണല്ലോ വിളിച്ചത്. ആളുടെ ഗെയിം ആൾ വിളിച്ചു, ഉള്ളിൽ കയറി മറ്റാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം ഷാനവാസ് ചേട്ടന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് ചേട്ടൻ പുറത്തുണ്ട്, ഷാനവാസ് ചേട്ടൻ ഉള്ളിലും കയറിയിട്ടുണ്ട്. ഔദാര്യത്തോടായാലും എന്തായാലും ആൾ ഉള്ളിൽ കയറിയല്ലോ. അപ്പോൾ എന്തായാലും കൊള്ളാം. ബിഗ് ബോസ് സീസൺ 7 ഇങ്ങനെ ഓരോ അങ്കമാറ്റുകളൊക്കെയാണ്. ഇനി നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് കണ്ടറിയാം അല്ലേ. എന്തായാലും നല്ല അടിപൊളിയാവട്ടെ. 6 പോലെ തന്നെ 7 മുന്നേറട്ടെ. നിങ്ങളതിനെ പൊങ്കാലിടരുത്. അപ്പോൾ എന്തായാലും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ ഇന്നത്തെ എപ്പിസോഡുകൾ മാത്രം നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ബൈ.